നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷത്തോളം വരുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ അവരുടെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2500 രൂപയായി ഉയർത്തുമെന്ന്. എന്നാൽ 2023-24 കാലഘട്ടത്തിലൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ട ഒരു സാഹചര്യമാണ് കേരള സംസ്ഥാനം നേരിട്ടത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പെൻഷൻ വർദ്ധിപ്പിക്കുവാനോ കൃത്യമായി പെൻഷൻ കൊടുക്കുവാനോ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് 5-6 മാസമൊക്കെ പെൻഷൻ കുടിശ്ശികയാകുകയും ഈ കുടിശ്ശിക പിന്നീട് കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് ഇന്ധനത്തിനും മദ്യത്തിനുമൊക്കെ അധിക സെസ് ഏർപ്പെടുത്തുന്ന സാഹചര്യവുമുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ അധിക സെസ് ഏർപ്പെടുത്തുകയും ഈ ഒരു സെസ് കൊണ്ട് ഇപ്പോൾ കൃത്യമായി തന്നെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാന സർക്കാർ നടത്തി വരുന്നുണ്ട്. 1600 രൂപ വീതം എല്ലാ മാസവും കൃത്യമായി 2024 മാർച്ച് മാസം മുതൽ ഈ മാസം വരെ കൃത്യമായി എല്ലാ മാസവും അവരുടെ അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് അക്കൗണ്ടിലും അതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് കൈകളിലും വിതരണം ചെയ്യുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവും ഈ ഒരു പെൻഷൻ കുടിശ്ശികയുമൊക്കെ വലിയ ചർച്ചയാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഏത് സർക്കാരാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചതെന്നും ഇത് ആരാണ് വർദ്ധിപ്പിച്ചതെന്നും ഇപ്പോൾ കൃത്യമായി എന്തുകൊണ്ട് കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നുമൊക്കെ പ്രതിപക്ഷം അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഭരണപക്ഷത്തെയുള്ള ആളുകളൊക്കെ കൃത്യമായി സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരാണ് തുടങ്ങിയതെന്നും കൃത്യമായി എത്ര രൂപ ആര് ഏത് കാലഘട്ടത്തിൽ വർദ്ധിപ്പിച്ചുവെന്നുമൊക്കെ വാഗ്വാദങ്ങളിലൊക്കെ ഏർപ്പെടുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കമില്ലായിരുന്നുവെങ്കിൽ 2500 രൂപയിലേക്ക് ഉയർത്താൻ കഴിയുമായിരുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി, അതായത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വലിയ ചർച്ചയാകുകയും ഇത്തരത്തിൽ പെൻഷൻ 2500 രൂപയിലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമായിരുന്നുവെന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വന്നപ്പോഴാണ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും പെൻഷൻ വർധനവിൻ്റെ പ്രതീക്ഷയേറിയത്. സംസ്ഥാനത്ത് 2026 നമുക്കറിയാം നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ നടക്കുവാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. അതിന് മുന്നോടിയായി തന്നെ കുടിശ്ശികയുള്ള പെൻഷൻ കൊടുത്തു തീർത്തുകൊണ്ട് സംസ്ഥാനത്ത് പെൻഷൻ വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇനിയുള്ള 2 ക്ഷേമ പെൻഷൻ കുടിശ്ശികകൾ വിതരണം ചെയ്യുവാനുണ്ട്. അപ്പോൾ ഈ ഒരു 2 ക്ഷേമ പെൻഷൻ കുടിശ്ശിക 2 ഘട്ടങ്ങളിലായി വിതരണം ചെയ്തുകൊണ്ടായിരിക്കും സംസ്ഥാനം നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ പോകുന്നത്. ഇതിനു മുൻപായി ഇപ്പോൾ 1600 രൂപ എന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയിലേക്ക് എത്തിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. 2500 രൂപയിലേക്ക് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനെ എത്തിക്കുമെന്നായിരുന്നു സംസ്ഥാനത്ത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ നമുക്ക് തന്ന വാഗ്ദാനം. എന്നാൽ കടുത്ത സാമ്പത്തിക ഞെരുക്കം കാരണമാണ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടാകാതിരുന്നതെന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ നിയമസഭയിലും അല്ലാതെയും ഒക്കെ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ 2000 രൂപയെങ്കിലും സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കും സംസ്ഥാനം ഇപ്പോൾ ഇനിയും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെന്ന് ചില ഭാഗങ്ങളിൽ നിന്നുള്ള സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശദമായ അറിയിപ്പുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ദയവായി ഇത്തരത്തിലുള്ള എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക. താങ്ക്